കൊച്ചുമുൾപ്പാട് ഗ്രാമത്തിന്റെ അറ്റത്തെ ഒരു വീട്. മഴയുടെ ചാറ്റലും വയലിലെ തവളകളുടെ ശബ്ദവും കേൾക്കുന്നു. അപ്പോഴാണ് രാധ ആ കറുത്ത കുപ്പി കണ്ടെത്തുന്നത്. തെങ്ങിൻ ചുവട്ടിൽ മണ്ണിൽ പാതി മറഞ്ഞു നിൽക്കുന്നു. അതിനുള്ളിൽ ഒരു ചാണകം പോലെയുള്ള വസ്തു, നറുനീണ്ടി തിരിഞ്ഞ പോലെ തലമുടി, ഒട്ടും പഴകാതെ ഉള്ള ഒരു നാക്ക്. രാധ ഉടനെ അതിൽ തൊട്ടു. അതിനുശേഷം രാത്രികളിൽ പുറത്ത് ചെറിയ കാൽപ്പാടുകൾ കേൾക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അവളുടെ ചെറുമകൻ ജ്വരത്താൽ കിടപ്പിലായി. എന്നാൽ വൈദ്യർക്ക് കാരണം മനസ്സിലാകുന്നില്ല. ഒരു ദിവസം കുട്ടി ഉറക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഒരു പ്രായമുള്ള സ്ത്രീയുടെ ശബ്ദത്തിലായിരുന്നു അത്. അങ്ങനെ ഗ്രാമത്തിലെ മന്ത്രവാദി വന്നു നോക്കി. ഇത് പേയുടെ കളി ആണ് എന്ന് പറഞ്ഞു. ആ കുപ്പി അതൊരു കോട്ടയാണ്, ശത്രുവിന്റെ ജപം കൊണ്ട് നിറച്ചത്. രാധയുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ആരോ ഇട്ടതാണത്. മന്ത്രവാദി ഒരു ഗുരുതി ചെയ്തു. മഞ്ഞക്കറയും എണ്ണയും ഒരു പാമ്പിന്റെ പടവും എല്ലാം ചേർത്ത് ഒരു ഹോമം. പിന്നെ ആ കുപ്പി തീയിലിട്ടു. അതിൽ നിന്ന് ഒരു നീളമുള്ള നിലവിളി കേട്ടു. രാധയുടെ മകൻ സുഖം പ്രാപിച്ചു. പക്ഷേ ആ രാത്രി മുതൽ ഗ്രാമത്തിൽ ഒരു വെളുത്ത രൂപം നടക്കുന്നത് ആളുകൾ കണ്ടു. അതിന്റെ കൈകളിൽ ഒരു കറുത്ത കുപ്പിയും.